എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് മീൻ തീറ്റ കൊടുക്കാൻ പോണേ. നേരത്തെ തിലോപ്പിയ മറ്റു മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോണ്ടിനകത്ത് ഗൗര മാത്രമേ ഉള്ളൂ. ഈ ഗൗരയൊക്കെ 1.5 വർഷം പ്രായമുള്ള ഗൗരയാണ്, അതായത് 18 മാസം. അന്ന് വാങ്ങിച്ചപ്പോൾ 8 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അര കൈപ്പത്തി നീളത്തിലുള്ളതായിരുന്നു. അന്ന് 400 രൂപയായിരുന്നു അതിൻ്റെ വില. ജയൻറ്റ് ഗൗരയ്ക്ക് അത്രയും വില വരും. വളർത്തി 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ മീൻ മെയിൽ ഏത് ഫീമെയിൽ ഏതെന്നൊക്കെ തിരിച്ചറിഞ്ഞത്. അങ്ങനെ അന്ന് വാങ്ങിച്ച 6 ഗൗര അതെല്ലാം ഫീമെയിലായിരുന്നു. പിന്നീട് ഒരു ഗൗര ഒരുമാതിരി സൈസുള്ള ഒരു ഗൗരനെ വാങ്ങിച്ചത് മെയിൽ തന്നെയാണ്. തലയുടെ മുകളിൽ നല്ലൊരു കമ്പൊക്കെ ഉണ്ട്. ഇനി ഈ വളർത്തുന്നതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ബ്രീഡിങ് തന്നെയാണ്. അടുത്ത മഴക്കാലമാകുമ്പോഴത്തേക്കും ബ്രീഡിങ്ങിനുള്ള നമ്മൾ തയ്യാറെടുപ്പ് നടത്തി കൊടുക്കണം. അതായത് ചകിരിയോ കയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓബ്ജക്റ്റ് വെള്ളത്തിൽ പൊക്കി ഇട്ട് നിർത്തണം. ടയറൊക്കെ അതിന് നല്ലതാണ്. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പ്രതലങ്ങളിലേ അത് മുട്ടയിടുകയുള്ളൂ. അതിനുശേഷമാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ മറ്റു മീനുകൾ പോണ്ടിലുണ്ടാകാൻ പറ്റത്തില്ല. കാരണം അത് ഈ കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നും. ഇപ്പോൾ ഏറെക്കുറെ 3-4 എണ്ണം 2.5 കിലോയോളം വലുപ്പമായിട്ടുണ്ട്. കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ധാരാളം കുഞ്ഞുങ്ങളും ഉണ്ടാകും. 5-6 സെൻറ്റിമീറ്റർ നീളമുള്ള ഗൗരയുടെ കുഞ്ഞിന് 200-300 രൂപ വരെ നമ്മളുടെയൊക്കെ ഫാമിൽ വാങ്ങും. ഈ മീനുകൾക്ക് വേനൽക്കാല പരിചരണം ശരിക്കും വേണം. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പോണ്ട് ഒരു പ്ലാവിൻ്റെ ചോട്ടിലാണ്. അതുകൊണ്ട് അല്പം തണൽ കിട്ടും. അതുപോലെ തന്നെ നെറ്റിൻ്റെ മുകളിലെ കരിയിലെല്ലാം കിടക്കുന്നുണ്ട്. അതൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. വാട്ടർ ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം, അല്ലെങ്കിൽ വെള്ളം ചൂടാകും കനത്ത വെയിലിൽ. 4 സൈസ് ഫിഷ് ഫുഡാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പച്ചില, അതായത് ചേമ്പിൻ്റെ ഇല, ചേനയുടെ ഇല അതെല്ലാം വെട്ടിയിട്ട് കൊടുക്കും. അതൊരു നാച്ചുറൽ ഇക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും നല്ലതാണ്. ഗൗര വളർത്തലുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് പോസിറ്റീവ് മെസ്സേജുകൾ ഈ വീഡിയോയിലൂടെ തരാൻ സാധിച്ചു എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇതുപോലെ മീൻ കൃഷിയുടെയൊക്കെ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്.